നമസ്കാരം. 13 രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചതാണ്. പ്രയാഗരാജിലേക്ക് കുംഭമേളയ്ക്ക് പോകുന്നതിന് മുമ്പ് കാശി വിശ്വനാഥനെ കാണാനാണ് പദ്ധതി. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞു. 7-ന് ഇൻഡിഗോ എയർലൈൻസിൽ ഹൈദരാബാദിലേക്ക് ഒരേ റോയിൽ ഞങ്ങൾ 3 പേർ. ചെന്നൈയിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സ്പിരിച്വൽ അഡ്വൈസറുമായ സുരേഷ് വാസുദേവൻ, ആലുവയിൽ നിന്നും സപ്താഹയജ്ഞ ഹോതാവായ VS നീലകണ്ഠൻ വായുമറ്റം, പിന്നെ ഞാനും. വിമാനം യഥാസമയം ഉയർന്നു പൊങ്ങി. 8:45-ന് ഹൈദരാബാദിലെത്തി. വലിയ വിമാനത്താവളമാണ്. ഇവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് 11:45-നാണ്. വലിയ സംഘങ്ങളായി തന്നെ ആളുകൾ കുംഭമേളയ്ക്കായി പോകുന്നു. ഇനി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായാൽ തന്നെ ട്രെയിനിൽ കയറി പറ്റിയെങ്കിലേ യാത്ര ചെയ്യാനാകും. അതിനാൽ ധാരാളം സാധാരണക്കാർ ഫ്ലൈറ്റിൽ കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്. ഒരു പ്രശ്നമേ ഉള്ളൂ, എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നതിന് മുമ്പ് വില ചോദിച്ചറിയണം. ഒരു ചായ 209 രൂപയാണ്. പ്ലെയിനിൽ സർവ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന 10 രൂപയുടെ നൂഡിൽസിന് 400 രൂപയാണ്. ഹൈദരാബാദിലെ ഡൊമസ്റ്റിക് വിഭാഗത്തിൽ നിരവധി കടകളും ഫുഡ് കോർട്ടുകളുമുണ്ട്. സമയം കളയാൻ വിൻഡോ ഷോപ്പിംഗ് ആയിരിക്കും നല്ലത്. ഹൈദരാബാദിൽ നിന്നും 11:45-ന് യാത്ര തുടങ്ങി. 1:45-ന് വാരണാസിയിലെത്തി. ലെഫ്റ്റ് സൈഡിലെ വിൻഡോ സീറ്റിൽ ഇരിക്കുന്നവർക്ക് താഴെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഗംഗാനദി കാണാം. വെള്ളം ഒരു വശത്തുകൂടി മാത്രമേ ഒഴുകുന്നുള്ളൂ. വാരണാസിയിൽ വെച്ച് US-ൽ നിന്നുള്ള 2 പേർ, ഡോക്ടർ ഈശ്വർ ശങ്കർജിയും ഹരിയേട്ടനും ഞങ്ങളുടെ സംഘത്തിൽ ചേരുകയാണ്. കാശിയിലെ ഘാട്ടിൽ പൂർവ്വ പിതാക്കന്മാർക്ക് തിലോദകം അർപ്പിക്കാനും ഭാരതത്തിൻ്റെ ദേശീയ മേളയായ കുംഭമേളയിൽ ഭാഗഭാക്കാകാനും അമേരിക്കയിൽ നിന്നും ധനവും മനവും സമയവും കണ്ടെത്തി വന്നിരിക്കുകയാണ് അവർ. അവരുടെ സുഹൃത്തായ ഹോട്ടൽ ഉടമസ്ഥൻ തന്നെ വാഹനവുമായി എയർപോർട്ടിൽ എത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല. യോഗ്യമായ ആഹാരമൊന്നും ഫ്ലൈറ്റിൽ നിന്നും കഴിക്കാത്തതുകൊണ്ട് ഗംഭീരമായ ഒരു വെജിറ്റേറിയൻ താലി ലഭിക്കുന്ന ഹോട്ടലിൽ നിർത്തി. വാശിയെല്ലാം അവിടെ തീർത്തു. അതിഗംഭീരമായ ഭക്ഷണം. ഒരാൾക്ക് 700 രൂപയാണ്. പക്ഷേ അത് തീരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ നിന്നും കാശിപ് എന്ന ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. കുളിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുന്ന തെരുവിലേക്ക് ഞങ്ങൾ 3 പേർ നടക്കാനിറങ്ങി. ഭൂമിയുടെ മറുവശത്തു നിന്ന് വന്നവർ കാലാവസ്ഥയുമായും സമയവുമായും പൊരുത്തപ്പെടാനായി ഓപ്പറേഷൻ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്. റോഡിൽ വിശ്വനാഥനെ കാണാൻ ജനപ്രവാഹം. പ്രയാഗിലെ ഷാഹി സ്നാനമെല്ലാം കഴിഞ്ഞ ശൈവ സന്യാസിമാരെല്ലാം ശിവരാത്രി വരെ വാരണാസിയിലാണ് കഴിക്കുന്നത്. ചില അഖാഡകൾ, അതിലെ അംഗങ്ങളൊക്കെ തിരികെ പോയി. അസ്വാഭാവികമായ തിരക്ക് കാരണം വാരണാസിയിലെ ഗംഗാ ആരതി പോലും നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും കാലത്ത് എഴുന്നേൽക്കണം, കാണാവുന്നതൊക്കെ കാണാൻ ശ്രമിക്കണം.